നിങ്ങൾ എവിടേക്കാ കണ്ടിട്ടുള്ളത്? സ്കൂൾ ബസ്സിലുണ്ട്, സ്കൂളിലുണ്ട്, ഹോസ്പിറ്റലുണ്ട്, പെട്രോൾ പമ്പിലുണ്ട് അല്ലെ, സിനിമാ തിയേറ്ററിലല്ലേ? നമ്മൾ പോകുന്ന ഏകദേശം എല്ലാ സ്ഥലങ്ങളിലും ഇപ്പൊ വാഹനങ്ങളിലും ഓട്ടോയിലും എല്ലാത്തിലും ഈ സാധനം ഉണ്ട്. ഇതിന്റെ പേര് ഫയർ എക്സ്റ്റിങ്ക്വിഷർ. ഇതെന്തിനാണ്? തീ കെടുത്താ എങ്ങനെയാ കെടുത്താ? പിടിച്ചടിക്കണം. പിന്നൂര അമർത്താം. പേരെന്താ? അതിന്റെ പിന്നൂര ആ ലിവർ അമർത്താം. തീയിലെടുക്കാം, കാണിക്കണം, പിന്നെ ഇങ്ങനെ ആക്കാം. ഓക്കെ, പാർത്തി പറഞ്ഞ വളരെ കറക്റ്റ് ആണ് അല്ലേ? നന്നായിട്ട് അറിയാം പാർത്ഥിവിന്. നമ്മളൊരു സ്ഥലത്ത് ഇപ്പൊ തീ ഉണ്ടാവണമെങ്കിൽ പാർത്ഥിവ് കെടുത്തുന്ന എനിക്ക് 100% ഉറപ്പുണ്ട്. പാർത്ഥിവ് പറഞ്ഞ വളരെ കറക്റ്റ് ആണ്. അപ്പോ ഇത് ആർക്കും ഉപയോഗിക്കാൻ അറിയോ? ഇതിനൊരു മെത്തേഡ് ഉണ്ട്, പാസ് മെത്തേഡ് എന്ന് പറയും. എന്താ മെത്തേഡ്? പാസ് മെത്തേഡ്, PASS. അത് ഓർത്തിരിക്കൂലേ? പി എന്തായിരിക്കും? ഇതിനകത്തൊരു പിന്നുണ്ടാവും, തൽക്കാലം പിന്നില്ല, പിന്നുണ്ടാവും. അപ്പൊ ആ പിന്ന് വലിച്ചു ഊരുക, പുൾ ദ പിൻ എന്ന് പറയും. അപ്പൊ ആദ്യം എന്ത് ചെയ്ത് പുൾ ദ പിൻ, പാസിന്റെ പി, പുൾ ദ പിൻ. അപ്പൊ സാറ് പാസ് മെത്തേഡ് ട്രൈ ചെയ്യാൻ പോയി. അപ്പൊ ആ പിന്ന് വലിച്ചൂരി. അപ്പൊ പി ആയി. പിന്നെ അടുത്ത ഏതാ ഉള്ളത്? പാസില് എ എന്ന് വെച്ചാൽ എയിം. നമ്മൾ എവിടെയാണ് ഫയർ ഉള്ളത് അതിന്റെ ബേസിലേക്ക് എയിം ചെയ്യുക. എവിടേക്കാ? ബേസില്. അപ്പൊ ഫയർ ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സേഫ് ഡിസ്റ്റൻസും ആക്കിയിട്ട് ഒരു 1.5 മീറ്റർ മാറിയിട്ട് എയിം ചെയ്തു. എവിടെ എയിം ചെയ്ത് നമ്മള്? ഫയറിന്റെ ബേസിലേക്ക്. ഫ്ലെയിം അല്ല, ബേസിലേക്ക് സാറ് എയിം ചെയ്ത്. അപ്പൊ സാറ് എയിം ചെയ്തിരിക്കുന്നുണ്ടോ? അതിന്റെ ഒരു നോസില്ല സാർ കൈ വെച്ചിരിക്കുന്നത് കേട്ടോ. ആ നോസിൽ കൂടെയാണ് ഈ ഡ്രൈ കെമിക്കൽ പൗഡർ എന്ന് പറയും, ഈ ഉള്ളിലെ സാധനം അത് വരുന്നത്. അപ്പൊ സാറ് എയിം ചെയ്ത്. പിന്നെ ഏതാ ഉള്ളത് പാസ് മെത്തേഡില്? എസ്, 2 S. അതിൽ ഒരു S എന്ന് പറഞ്ഞാൽ സ്ക്യൂസ്. നമ്മൾ ഈ പിന്ന് ഊരി കഴിഞ്ഞാൽ മാത്രം ഈ ലിവർ പ്രസ് ആവുള്ളൂ. പിന്നെ ഉണ്ടെങ്കിൽ ഈ ലിവർ അമർത്താൻ പറ്റില്ല. പ്രസ് ചെയ്ത് എസ്, സ്ക്യൂസ്. പിന്നെ അടുത്ത ഏതാ ഉള്ളത്? വീണ്ടും ഒരു S ഉണ്ട്, സീപ്പ്. മുന്നിലേക്കും പിന്നിലേക്കും സീപ്പ് തൂക്കൂലേ, അതുപോലെ. അപ്പൊ മെത്തേഡ് ഏതാ? പാസ്. പി എന്താ? പുൾ ദ പിൻ, പിന്ന് വലിച്ചൂരി. പിന്നെ ഫയറിന്റെ ബേസിലേക്ക് എയിം ചെയ്ത്. പിന്നെ എന്ത് ചെയ്ത്? സ്ക്യൂസ്, ലിവർ സ്ക്യൂസ് പ്രസ് ചെയ്ത്. പിന്നെ എന്ത് ചെയ്ത്? സ്വീപ്പ്. പിന്നെ ഇത് ഉപയോഗിക്കുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഫയറിന്റെ പ്രാഥമിക ഘട്ടത്തില്, പ്രൈമറി സ്റ്റേജിൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. വലിയ ഫയറിനൊന്നും ഇത് നമ്മൾ ഉപയോഗിച്ചിട്ട് കാര്യമില്ല.